ഹായ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് ആണ്, അതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് കൊണ്ടുള്ള മെച്ചങ്ങൾ. സത്യത്തിൽ ആർക്കൊക്കെയാണ് ഓഡിറ്റ് നടത്തുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, അതുപോലെ ഓഡിറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. മെയിൻലി 3 ടൈപ്പ് ആൾക്കാർക്കാണ് ഓഡിറ്റ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാരൊക്കെയാണ് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് ടു ബി ദ ബിസിനസ് എന്റർപ്രൈസ് ആൻഡ് മാനേജ്മെന്റ്. ദ സെക്കൻഡ് അഡ്വാൻറ്റേജ് ആർക്കാന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് ടു ബി ടു ദ ഓണേഴ്സ് ഓഫ് ദി ബിസിനസ്. മൂന്നാമത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് ടു അതേഴ്സ്. ഈ 3 മെയിൻ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് ഓഡിറ്റ് കൊണ്ട് ഉള്ള അഡ്വാൻറ്റേജസ്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ ബിസിനസ്സിൻ്റെ കമ്പനി ആക്ടിൽ കമ്പനീൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഓണേഴ്സ് നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണെന്ത് കമ്പനി എന്ന് പറഞ്ഞാൽ. അതിന് ഒരു ഡെഫിനേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും ഈ ബിസിനസ് എന്റർപ്രൈസും ഓണറും ഒന്നല്ല, അത് രണ്ടാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്, ലയബിലിറ്റി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് ടു ദ ബിസിനസ് എന്റർപ്രൈസ്. ബിസിനസ് എന്റർപ്രൈസിന് അല്ലെങ്കിൽ മാനേജ്മെന്റിന്, ബിസിനസ് നടത്തുന്ന മാനേജ്മെന്റിന് എങ്ങനെയാണ് ഓഡിറ്റ് അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് എന്താണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് എൻഷുർ ദ അക്യുറസി ആൻഡ് കറക്റ്റ്നെസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബിസിനസ്സിനുള്ള വലിയ മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ്സിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. അത് എത്രത്തോളം അക്യുറസി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് ബിസിനസ്സിനുള്ള ബെനിഫിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് എൻഷുർ ദ ഒതന്റിസിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ്നെസ്, ഒതന്റിസിറ്റിയും അതുപോലെ വിശ്വാസ്യതയും ബിസിനസ്സിന് മനസ്സിലാക്കി കൊടുക്കും. തേർഡ് ബിസിനസ്സിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റക്ഷൻ ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. എററും ഫ്രോഡും ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ എററും ഫ്രോഡും സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യും. റെക്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തിരുത്തലുകൾ വരുത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരൊട്ടം തിരുത്തലുകൾ വരുത്തി കഴിഞ്ഞാൽ ആ എററും ഫ്രോഡൊക്കെ ഇല്ലാണ്ട് ആയി. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് അത് ഒരു ബെനിഫിറ്റ് ആണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് ഹെൽപ്പ് ദ എന്റർപ്രൈസ് ആൻഡ് മാനേജ്മെന്റ് ടു അസർടെയിൻ വെദർ ദ ലീഗൽ റിക്വയർമെന്റ്സ് ആർ കംപ്ലൈഡ് വിത്ത്. അതായത് നമ്മളെ കമ്പനിയിൽ സൂക്ഷിക്കേണ്ട ലീഗൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ നമ്മളെ കമ്പനി റൺ ചെയ്യുന്നത് ആസ് പെർ ദ ലോ പ്രകാരമാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ ഓഡിറ്റ് എന്ത് ചെയ്യും. ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും. അപ്പോൾ ലീഗൽ എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത് ഓഡിറ്റർ ഓഡിറ്റിങ്ങിലൂടെ മനസ്സിലാക്കി തരും. അതും ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ബെനിഫിറ്റ് ആണ്. നെക്സ്റ്റ് ബെനിഫിറ്റ് വരുന്നത് ഓഡിറ്റ് പോയിന്റ്സ് ഔട്ട് ഓഫ് വീക്ക്നെസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം ആൻഡ് ഇന്റേണൽ ചെക്ക് ആൻഡ് ഇന്റേണൽ കൺട്രോൾ. ഓഡിറ്റർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യും. എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനിയിലുള്ള ഇന്റേണൽ സിസ്റ്റത്തിൽ, ഇന്റേണൽ ചെക്ക് സിസ്റ്റം, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിലും എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഡിറ്റിങ്ങിലൂടെ നമുക്ക് കാണിച്ചു തരും. അത് ബിസിനസ്സിനെ സംബന്ധിച്ച് ആ വീക്ക്നെസ്സുകൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിന് അതൊരു ബെനിഫിറ്റ് ആവും. ഓഡിറ്റ് എക്സാമിനേഷൻ മേക്സ് ദ എംപ്ലോയി ഇൻ ചാർജ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ് വിജിലന്റ് ആൻഡ് റെഗുലർ ആൻഡ് അപ് ടു ഡേറ്റ് ടു ദെയർ വർക്ക്. അവരെ എംപ്ലോയിന്റെ അക്കൗണ്ടന്റിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിരിക്കുകയും ചെയ്യും ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ. അപ്പോൾ ഓഡിറ്റർ വരുന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട് അക്കൗണ്ടന്റ്മാർ കാര്യങ്ങളൊക്കെ അവരെ വർക്കൊക്കെ കറക്റ്റ് സ്മൂത്ത് ആയിട്ട് നടത്തും. ലോൺസ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി ക്യാൻ ഈസിലി ഒബ്റ്റെയിൻഡ്. 7ാമത്തെ പോയിന്റാണ് ഈസിലി ഒബ്റ്റെയിൻഡ് ബൈ ദി കൺസേൺ ഓഫ് ദി ബേസിസ് ഓഫ് ഓഡിറ്റ് അക്കൗണ്ട്. ഓഡിറ്റഡ് അക്കൗണ്ടിന്റെ ബേസിൽ ലോണും ക്രെഡിറ്റും ലോണും ക്രെഡിറ്റ് ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം കമ്പനിക്ക്, ബിസിനസ്സിന് ഈസി ആയിട്ട് കിട്ടും ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ബേസിൽ. ഒരു വിശ്വാസത ഉള്ള ഒരു റിപ്പോർട്ടാണ് സത്യത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വരുന്നത് ലയബിലിറ്റി ഓഫ് ആൻ എന്റർപ്രൈസ് as to income tax, wealth tax and value added tax can be easily
ഡിറ്റർമൈൻ ഓൺ ദ ബേസ് ഓഫ് ഓഡിറ്റഡ് അക്കൗണ്ട്. ഓഡിറ്റഡ് അക്കൗണ്ടിന്റെ ബേസിൽ നമ്മൾക്ക് എത്രത്തോളം ടാക്സ് കൊടുക്കാണ്ടെന്നുള്ളൂ, വെൽത്ത് ടാക്സ് എത്ര കൊടുക്കാണ്ടെന്നുള്ളൂ, വാല്യൂ ആഡഡ് ടാക്സ് വാറ്റ് എത്ര കൊടുക്കാണ്ടെന്നുള്ളൂ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും. എ ബിസിനസ് ക്യാൻ എൻജോയ് ബെറ്റർ റെപ്യൂട്ടേഷൻ if its accounts are audited by an independent professional auditor. ഒരു പ്രൊഫഷണൽ ഓഡിറ്റർ നമ്മളെ ബിസിനസിന്റെ അക്കൗണ്ട്സ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിസിനസിനെ സംബന്ധിച്ച് ഒരു വെരിഫിക്കേഷൻ, ഒരു റെപ്യൂട്ടേഷനാണ്, ഒരു എന്താ പറയുക, ഒരു ആദരവാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും കള്ളമില്ല, എല്ലാം കറക്റ്റായിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനാണ് ഓഡിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് വശങ്ങളുണ്ട് കേട്ടോ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി 10ാമത് ബിസിനസ്സിനുള്ള ബെനിഫിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആർ മോർ റിലയബിൾ ആസ് എവിഡന്റ് ഇൻ കോർട്ട് ഓഫ് ലോ. ഓഡിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, കോർട്ടിൽ ഒരു എവിഡന്റ് ആയിട്ട്, കോടതിയിൽ ഒരു എവിഡന്റ് ആയിട്ട് സമർപ്പിക്കാൻ പറ്റും. ഫെസിലിറ്റേറ്റ് കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷന് ആവശ്യമായിട്ടുള്ള കാൽക്കുലേഷന് ഈ ഓഡിറ്റർ റിപ്പോർട്ട് സഹായിക്കും. The insurance claim can be easily determined on the basis of audited account. നമ്മുടെ കമ്പനിയിൽ മെയിനായിട്ട് ഫയർ ഇൻഷുറൻസ്, അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫയർ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്, നമ്മളെ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതൊന്നായിട്ട് കത്തിപ്പോയി. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഇൻഷുറൻസിൽ, അപ്പോൾ ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അത് ചെയ്തത്, അതായത് കത്തിപ്പോയത്. അങ്ങനെ ആകുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും, ഇത്ര മെഷീനറിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഓഡിറ്റ് ചെയ്ത സിസ്റ്റം ആയതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്കും ക്ലെയിം എത്രയും പെട്ടെന്ന് പാസ്സാക്കാൻ പറ്റും, കറക്റ്റായിട്ട് കിട്ടും. ഓഡിറ്റഡ് അക്കൗണ്ട്സ് സെർവ് ഓൺ ദ ബേസ് ഓഫ് സോൾവിങ് ഡിസ്പ്യൂട്ട് ആസ് ഹയർ വേജസ്. അതായത് വേജിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ട് കമ്പനിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങനത്തെ ഡിസ്പ്യൂട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. കമ്പാരിസൺ of accounts from years to years become easier since the account is uniformly prepared. കറക്റ്റ് ഒരു ഓർഡറിൽ അക്കൗണ്ട് കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വർഷാവസാനം നമുക്ക് മുൻ വർഷങ്ങളിൽ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ വർഷം എങ്ങനെയുണ്ട്, ഇനി അങ്ങനെ നമുക്കൊരു അനാലിസിസ് നടത്താൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ബിസിനസ്സിന് ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ. ബിസിനസ്സിന് അവരുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിരിക്കും, റെപ്യൂട്ടേഷൻ കിട്ടും, പിന്നെ ക്രെഡിറ്റും ഫെസിലിറ്റി കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിരിക്കും. അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ് നമ്മൾ ഒരു 14ഓളം ബെനിഫിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് ടു ദ ഓണേഴ്സ് ഓഫ് ദി ബിസിനസ്. കമ്പനിന്റെ ഓണേഴ്സിന് എന്തൊക്കെയാണ് ഓഡിറ്റ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഇൻ ദി കേസ് ഓഫ് സോൾ ട്രേഡർ. സോൾ ട്രേഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി മാത്രമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ auditing assure him that all the business transactions have been duly accounted for and there is no errors or fraud. It also help him to know the true facts about the business. ഒരു സോൾ പ്രൊപ്പറേറ്ററെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബിസിനസ് അയാൾ ഓഡിറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസിന്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്, അതല്ല ഇതിനുള്ളിൽ വല്ല എററുകളോ ആരെങ്കിലും ഇയാളെ പറ്റിക്കേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനത്തെ വിവരങ്ങളും, അല്ലെങ്കിൽ ബിസിനസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രൂ ഫാക്ട് എന്താണ് ബിസിനസിന്റെ പൊസിഷൻ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ ഓഡിറ്റിംഗ് കൊണ്ട് സാധിക്കും. അതൊരു ബിസിനസിന്റെ ഓണേഴ്സിനെ സംബന്ധിച്ച് ഒരു ബെനിഫിറ്റ് ആണ്. ഇൻ ദി കേസ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം, ഇനി പറയാം, ആദ്യം പറഞ്ഞത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. ഇനി പറയുന്നത് പാർട്ണർഷിപ്പ് ഫേമിലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, പാർട്ട്നേഴ്സിനുള്ള ബെനിഫിറ്റ്, ഓഡിറ്റഡ് അക്കൗണ്ട് സെർവ് ആൻഡ് എവിഡൻസ് ഓഫ് പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് ദി അഫെയർ ഓഫ് ദി ബിസിനസ്. നമ്മളെ ബിസിനസിന്റെ മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് നടക്കുന്നതിനുള്ള ഒരു എവിഡൻസ് ആണ് സത്യത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആർ ഹെൽപ്പ് ഇൻ ദി വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ദി അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ ഓഡിറ്റഡ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്മളെ കമ്പനിയിലെ ആസറ്റും കാര്യങ്ങളും എത്ര ഉണ്ട് മനസ്സിലാവും, അത് നമ്മളെ ഗുഡ് വില്ല് എങ്ങനെ മനസ്സിലാവും. ഇനി അതല്ലെങ്കിൽ വല്ല സെറ്റിൽമെന്റ് ചെയ്യാണ്ടെങ്കിൽ അതും വ്യക്തമായിട്ട് മനസ്സിലാവും. പുതിയൊരു അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, പുതിയൊരു പാർട്ട്ണർ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ അവിടുന്ന് പിരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഡെത്ത് ഒക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എളുപ്പത്തിൽ അവരെ എത്രയാണോ അവർ ഷെയർ കാര്യങ്ങൾ എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് വീതിച്ചു കൊടുക്കാൻ, അവരെ പ്രോഫിറ്റ് ഒക്കെ ശരിക്കും വീതിച്ചു കൊടുക്കാൻ ഈ ഒരു ഓഡിറ്റിംഗ് കൊണ്ട് സാധിക്കും. എഗെയിൻ ഓഡിറ്റർ അക്കൗണ്ട് മിനിമൈസ് ദ ചാൻസ് ഓഫ് ഡിസ്പ്യൂട്ട് എമംഗ് പാർട്ട്നേഴ്സ്. സ്വാഭാവികമാണ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണ്, മനുഷ്യന്മാരാണ്, ഒരാള്
എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ അടിയാവും. അപ്പോൾ ആ പാർട്ട്നേഴ്സ് തമ്മിൽ അടി കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കാൻ ശരിക്കും ഒരു ഓഡിറ്റർക്ക് കഴിയും. ഓഡിറ്റർ ആ ബിസിനസിന്റെ യഥാർത്ഥ രൂപം അവരെ മുന്നിലേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീന്റെ കേസിൽ നമ്മൾ ആദ്യം പറഞ്ഞ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് ഓണേഴ്സിന്റെ ബെനിഫിറ്റ്, പിന്നെ പറഞ്ഞത് പാർട്ണർഷിപ്പ് ആണ്. മൂന്നാമത് പറയുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഷെയർ വഴിയൊക്കെ നമ്മളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ കമ്പനിയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. Audit of account assure the shareholders that is affair of their company are smoothly and their investment is safe. The shareholders of the company can value their share on the basis of audited account. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ പുറത്തുനിന്നുള്ള ഔട്ട്സൈഡ് IPO വഴി, ഇനീഷ്യൽ പബ്ലിക് ഓഫർ വഴി, ഷെയർ മാർക്കറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യും, പുറത്തെ ആൾക്കാർ ഷെയർ ഹോൾഡേഴ്സ് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കമ്പനീന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം വെരിഫൈ ചെയ്യുന്നത് ഈ ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഈ ഓഡിറ്റർ ശരിക്കും സത്യത്തിൽ ഇത്രയും പബ്ലിക്കിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആ കമ്പനിയിൽ പോയിട്ട് ആ കമ്പനീന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ, അതായത് കമ്പനീന്റെ അവസ്ഥ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിന്റെ ബേസിൽ ഇൻവെസ്റ്റേഴ്സിന് അവരെ മണി അവരുടെ പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇൻ ദി കേസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓർ എ ട്രസ്റ്റ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റോ, ഓഡിറ്റർ അഷ്വർ ദ മെമ്പേഴ്സ് ഓർ ദ ബെനിഫിഷ്യറി ദാറ്റ് ദ അഫെയർ ഓഫ് ദി സൊസൈറ്റി ട്രസ്റ്റ് ആർ കണ്ടക്ടഡ് പ്രോപ്പർലി ഇൻ ദെയർ ഇൻവെസ്റ്റ്മെന്റ് ആർ ലുക്ക്ഡ് ആഫ്റ്റർ പ്രോപ്പർലി. അതായത് വ്യക്തമായിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആ ട്രസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നടക്കുന്നുണ്ട്. ഓരോ ട്രസ്റ്റീസിനും ഓരോ മെമ്പേഴ്സിനും വ്യക്തമായിട്ട് അവരെ വാല്യൂസ് അനുസരിച്ചുള്ള എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്, അതൊക്കെ കറക്റ്റാണ്, അവരെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാൾക്കാർക്കാണ് അഡ്വാൻറ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് പറഞ്ഞത് അഡ്വാൻറ്റേജ് ടു ബിസിനസ്, കമ്പനിക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ടു ഓണേഴ്സ്, കമ്പനീന്റെ ഓണേഴ്സിന്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ടു അതേഴ്സ്. ഈ ഓണറും ബിസിനസ്സും അല്ലാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും നമ്മൾ അതേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അതിൽ സൊസൈറ്റി ഉണ്ടായിരിക്കാം, സപ്ലയർ ഉണ്ടായിരിക്കാം, നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം, ഗവൺമെന്റ് ഉണ്ടായിരിക്കാം, ഓൾ ദി അതർ പാർട്ടീസ്. ഈ രണ്ട് പാർട്ടീസ് അല്ലാതെ വേറെ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യും, അതേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Lenders can depend on audit financial statement while taking decision to grant credit to business concern. നമ്മളെ കമ്പനിക്ക് ആരെങ്കിലും ഒരാൾ ലോൺ തരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വ്യക്തമായിട്ട് നമ്മളെ കമ്പനീന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അയാൾക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാം. ടാക്സ് അതോറിറ്റി ക്യാൻ ഡിപ്പെൻഡ് ഓൺ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഇൻ അസസിംഗ് സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ് ആൻഡ് വെൽത്ത് ടാക്സ് ബെനിഫിറ്റ്. ഈ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാം, നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിയിട്ട് സെയിൽസ് ടാക്സും ഇൻകം ടാക്സും വെൽത്ത് ടാക്സും കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട് സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ഹെൽപ്ഫുൾ ഇൻ ദി സെറ്റിൽമെന്റ് ഓഫ് ക്ലെയിം, ഹയർ വേജ് ആൻഡ് ബോണസ്. ബോണസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനും അത് ബെനിഫിറ്റ് ആണ് ഓഡിറ്റ് നടത്തുന്നത്. ഇൻഷുറൻസ് കമ്പനി ക്യാൻ റിലേ ദ ഓഡിറ്റ് അക്കൗണ്ട്സ് ടു സെറ്റിൽ ക്ലെയിം ഇൻ റെസ്പെക്ട് ഓഫ് ഡാമേജ് ഓർ ലോസ് ഓഫ് എനി ബിസിനസ് അസറ്റ്സ് ബൈ ഫയർ ഓർ തെഫ്റ്റ് എക്സെട്ര. തെഫ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സ്റ്റോക്ക് കത്തി പോവുക അല്ലെങ്കിൽ നശിച്ചു പോവുക എന്തെങ്കിലും സംഭവം അല്ലെങ്കിൽ ആരെങ്കിലും കളവ് പോവുക സംഭവിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റ് നടത്തിയ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യും, ആ സാധനങ്ങൾ അതിനുള്ള ക്ലെയിം പാസ്സാക്കി കൊടുക്കാം. The purchase of business can easily calculated amount of purchase consideration on the basis of audited account. കൂടുതൽ പർച്ചേസോ ബിസിനസ്സിന് കൂടുതൽ പർച്ചേസോ കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതുവഴി സാധിക്കും. Audited accounts create confidence in the minds of investors in joint stock company. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓരോ ഇൻവെസ്റ്റേഴ്സിനും ഒരു കോൺഫിഡൻസ് ഈ ഓഡിറ്റ് വഴി കൊടുക്കും. ഇത്രയാണ്. ഇനി ഒരുപാട് പോയിന്റ് ഉണ്ട്, ബ്രീഫായിട്ട് നിങ്ങൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. നമുക്കറിയാം എല്ലാ കാര്യത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്, അതുപോലെ ഓഡിറ്റിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ഹ്യൂമൺ ആണ്. ഹ്യൂമൺ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ലിമിറ്റേഷൻസ് ഇല്ലാത്ത ഒരു കാര്യമില്ല. ഓക്കെ, അത് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറയാനുള്ളത്, നമ്മളെ ടെസ്ലന്റെ ഓണർ അറിയില്ലേ, ഇലോൺ മസ്ക്, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്ലാൻ എ വർക്കായില്ല എന്നുണ്ടെങ്കിൽ
ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ബാക്കി 25 ലെറ്റർ ഉണ്ട് എന്ന് പറഞ്ഞത്. അതായത് ഏന്ന് മറക്കാവാത്തുള്ളൂ, ബാക്കി 25 ചാൻസ് നമുക്ക് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതുപോലെയാണ് മനുഷ്യനുണ്ടാക്കുന്ന ഓരോ കാര്യത്തിനും ഒന്ന് വർക്കായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള നെക്സ്റ്റ് ബെനിഫിറ്റുകളോ അല്ലെങ്കിൽ ലിമിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ സ്വാഭാവികമാണ്. മനുഷ്യനുണ്ടാക്കിയതായതുകൊണ്ട് അതിനുള്ള ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻ എന്നുള്ളത് ബ്രീഫായിട്ട് പറഞ്ഞു പോവാണ്. ഒന്നാമത് നോൺ ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. എററും ഫ്രോഡും ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഓഡിറ്റിങ്ങിന്റെ ഒരു ലിമിറ്റേഷനാണ്. കളവ് ചെയ്യാൻ ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാർ അത്രയും ഡെപ്ത് ആയിട്ട് പഠിച്ചിട്ട് കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഓഡിറ്റർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റർ വീക്ക്നെസ് ആണ്, ഓഡിറ്റിങ്ങിന്റെ വീക്ക്നെസ് ആണ്. അത് ലിമിറ്റേഷൻ ആയിട്ട് പറയാം. ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ്പ്ലനേഷൻ ഓഫ് അതേഴ്സ്. ഇനി ഓഡിറ്റർ അഥവാ എന്തെങ്കിലും കണ്ടുപിടിച്ചു, അപ്പോൾ അയാൾ ഓഡിറ്റർ എന്ത് ചെയ്യും, അതിനെ പറ്റിയിട്ട് ഓരോരുത്തരോട് ചോദിച്ചിട്ട് അതിന്റെ സത്യമാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കും. പക്ഷെ അവർ പറയുന്ന എക്സ്പ്ലനേഷന്റെ ബേസിലായിരിക്കും ഇയാൾ പ്രിപ്പയർ ചെയ്യുക. മൂന്നാമത് ഡിപ്പെൻഡ് ഓൺ ദ ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. ഒരു ഓഡിറ്റിംഗ് എന്തെങ്കിലും വിഷയത്തെ പറ്റിയിട്ട് എന്തെങ്കിലും ഈ ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയല്ല. ഫോർ എക്സാമ്പിൾ, ഒരു എഞ്ചിനീയറിംഗ് പർപ്പസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും അയാൾ ഒരു ഹയർ എഞ്ചിനീയറെ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയറെ കണ്ടിട്ട് അയാൾ കൺസൾട്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും ആ എഞ്ചിനീയർ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതിന്റെ ബേസിലായിരിക്കും ഈ ഓഡിറ്റർ ഇതിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് എന്താവും, ആ ഓഡിറ്റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് കോൺഫ്ലിക്ട് വിത്ത് അതേഴ്സ്. ഓഡിറ്റർക്ക് ചില സമയത്ത് എന്തുണ്ടാവും, ഓഡിറ്റർ പറഞ്ഞ ഓപ്ഷന് മാനേജ്മെന്റിന് മനസ്സിലാവില്ല, മാനേജ്മെന്റും അക്കൗണ്ടന്റ്മാരും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അടുത്തത് എന്താണെന്നുണ്ടെങ്കിൽ എഫക്ട് ഓഫ് ഇൻഫ്ലേഷൻ. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രശ്നമുണ്ട്, ഇന്നുള്ള വാല്യൂ ആവില്ല നാളെ ഉണ്ടാവുക. അപ്പോൾ ഓഡിറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള പിക്ചറും കാര്യങ്ങളും ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണത്തിന്റെ മൂല്യം കുറയാ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഓഡിറ്റർ നമുക്ക് എന്താ പറയുക, ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ബേസിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കറപ്റ്റ് പ്രാക്ടീസ് or influence the auditors. The auditors may use the corrupt practices to influence. The management may use, okay, the auditors get the favorable report about the state of affairs in the organization. നമ്മളെ കമ്പനിക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റിന് അനുയോജ്യമായിട്ട് റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഓഡിറ്റർക്ക് എന്തെങ്കിലും കൈമടക്ക് കൊടുക്കുക. അതാണ് ഈ പറഞ്ഞ പോയിന്റ്. അങ്ങനെ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്, അങ്ങനെ കൊടുത്ത സംഭവങ്ങളുണ്ട്, അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. സത്യം കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെ ഒരുപാട് കേസസ് നമ്മൾ ഈ ഓഡിറ്റിങ്ങിന്റെ ഫോൾട്ടുകൾ സംഭവിച്ച ഒരുപാട് കേസസ് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഓഡിറ്ററെ കൈമടക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഓഡിറ്റിങ്ങിൽ പ്രശ്നങ്ങൾ വരാം. നോ അഷുറൻസ്. ഓഡിറ്റർ കൊടുക്കുന്ന ഇതിനനുസരിച്ച് ഭാവിയിൽ അത് പ്രോഫിറ്റബിൾ ആവുമോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം വരുമോ ഒന്നും പറയാൻ പറ്റില്ല. അയാൾ അപ്പത്തെ സ്റ്റേറ്റ് ആണ് അദ്ദേഹം നൽകുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻഹെറിറ്റന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡു നോട്ട് റിഫ്ലക്ട് ദ കറന്റ് വാല്യൂസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. മേ ദ ഐറ്റംസ് ഓൺ ദ ബേസ് ഓഫ് പേഴ്സണൽ ജഡ്ജ്മെന്റ് ഓഫ് ദി ഓണർ. അസറ്റും ലയബിലിറ്റിന്റെ വാല്യൂ വരുന്നത് ചിലപ്പോൾ അയാളെ പേഴ്സണൽ ജഡ്ജ്മെന്റ് ആയിരിക്കാം, ചിലപ്പോൾ ഓഡിറ്ററുടെ പക്ഷെ അത് കറക്റ്റ് ആവണമെന്നില്ല. അത് ഒരു ഓഡിറ്ററെ ലിമിറ്റേഷൻ ആയിട്ട്, ഓഡിറ്റിംഗ് ലിമിറ്റേഷൻ ആയിട്ട് പറയാം. ഡീറ്റെയിൽഡ് ചെക്കിംഗ് ഇസ് നോട്ട് പോസിബിൾ. അതായത് ഒരു കമ്പനിക്ക് ഒരു ഇയർലി ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ദിവസം ഒരു 1000 സെയിൽ നടക്കുന്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ 10 ദിവസം ആകുമ്പോൾ 10,000 സെയിലായി. അപ്പൊ ഈ ട്രാൻസാക്ഷന്റെ ബില്ലും ഇൻവോയ്സും വൗച്ചറും കാര്യങ്ങളും എല്ലാം വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ ആണ്, ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അയാൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ദാറ്റ്സ് കോൾഡ് ടെസ്റ്റ് ചെക്കിംഗ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഇപ്പൊ എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മുന്നിൽ ഒരു 100 ഫയൽ വെച്ചു, അതിന്റെ നടുവ് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 1-2 വലിച്ചിട്ട് വെരിഫൈ ചെയ്യാം. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ടെസ്റ്റ് ചെക്കിംഗ്. റാൻഡംലി സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും 1-2 എടുത്തിട്ട് വെരിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ആണോ അല്ലേ നോക്കുക. അതാണ് സത്യത്തിൽ ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഈ ഓഡിറ്റ് നടത്താൻ കഴിയുള്ളൂ, അല്ലാതെ ഡീപ്പായിട്ട് എല്ലാം നോക്കാൻ കഴിയില്ല. നെക്സ്റ്റ് വരുന്നത് ഓഡിറ്റിംഗ് ഈസ് എ പോസ്റ്റ് മോഡേൺ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, കുറച്ച് പോസ്റ്റ് മോഡേൺ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ് എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഓഡിറ്റിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.